ഹായ് ഗൈസ്, ലാലേട്ടന്റെ പടം റിലീസ് പറയുമ്പോൾ നമുക്കൊരു ആവേശമാണ്. എല്ലാ ജോണറിലുള്ള പടങ്ങളിലും ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ദ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഒരുപാട്. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഈ അടുത്തിടെയായിട്ട് മോശം പടങ്ങൾ അല്ലെങ്കിൽ നല്ല സ്ക്രിപ്റ്റ് ഇല്ലാത്തതോ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഉള്ളിലൊരു വിഷമം ഉണ്ടായിരുന്നു. ഈ ലാലേട്ടൻ ഇങ്ങനെ ആവാൻ പാടില്ലായിരുന്നു. അത്ര എപ്പിക്കലായ പടങ്ങളാണ് ലാലേട്ടൻ ചെയ്തു വെച്ചിട്ടുള്ളത്. നമ്മൾ മുന്നേ എടുത്ത് നോക്കിയാൽ നാടോടിക്കാറ്റ്, പട്ടണ പ്രവേശം, അങ്ങനെ ലാലേട്ടൻ ശ്രീനിവാസൻ കോമ്പോയിൽ ഒരുപാട് ഹിറ്റ് പടങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലാലേട്ടൻ ജഗതി കോമ്പോയിലുള്ള കിലുക്കം, യോധ, അങ്ങനെ കുറെ കാറ്റഗറി അത് വേറെയുണ്ട്. ഈ ഓരോ കാലഘട്ടത്തിലും എണ്ണിത്തീർക്കാൻ പറ്റാത്ത അത്രയും തമാശ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇങ്ങോട്ട് എത്തിയപ്പോഴായിരുന്നു ചോട്ടാ മുംബൈ, അതുപോലെ തന്നെ ഹലോ പോലെയുള്ള പടങ്ങൾ. ഈ ഓരോ പടങ്ങളും ടി വിയിൽ വന്നപ്പോൾ എത്ര തവണ കണ്ടു പറയാൻ പറ്റില്ല, അത്രയും ടൈം കണ്ട പടങ്ങളാണ് ഇതെല്ലാം. ലാലേട്ടൻ അൻവർ റഷീദ് കോമ്പോയിൽ വന്ന ഒരു വൈബോളി പടമാണ് ചോട്ടാ മുംബൈ. ഒരു കോമഡി കാറ്റഗറിയിൽ വരുന്ന പടമാണ്. എന്നാലും അതിൽ ആ സിനിമയിൽ എത്തുമ്പോൾ ഒരുപാട് നല്ല ഇമോഷണൽ ആയ സായികുമാർ, ലാലേട്ടൻ സീനുകളുണ്ട്, ഒരുപാട് സീനുകളുണ്ട്. നമ്മളിപ്പൊ നമ്മൾ കരയിപ്പിക്കുക, വിഷമാവ് തോന്നുന്ന മൊമെന്റുകളെല്ലാം അതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ തമാശകളാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ലാലേട്ടൻ കലാഭവൻ ഉള്ള സീനുകളും ആ നടേശൻ ആയിട്ടുള്ള സീനുകളും. ഭയങ്കര ഒരു ക്രൂരമായ സീൻ പ്രതീക്ഷിക്കാന്നെല്ലാം വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും അത് കോമഡി ആക്കി വരുന്നത് സെക്കൻഡുകൾക്കുള്ളിൽ. ബെന്നി പി നായരമ്പലത്തിന്റെ കിടുക്കാച്ച് സ്ക്രിപ്റ്റില്, അൻവർ റഷീദിന്റെ അടിപൊളി ഡയറക്ഷനില് ലാലേട്ടൻ പൊളിച്ചടുക്കിയ പടമാണ് ചോട്ടാ മുംബൈ. 2007 ചോട്ടാ മുംബൈ റിലീസ് ചെയ്ത്. അന്ന് ഞാൻ 10 പഠിക്കുന്ന സമയം തോന്നുന്നു. അപ്പൊ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ എന്താ പറയാ ആഘോഷിച്ച് കണ്ടൊരു പടമാണ്. ഒരു ഈവനിങ് ഷോ ആയിട്ടാണ്. എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ ഒരു സ്റ്റൈൽ ഓഫ് കോമഡി പ്രതീക്ഷിച്ചു പോയതല്ല, പക്ഷെ ഈ പടം ഉണ്ടാക്കിയ ഒരു വൈബ് കിടിലാണ്. അൻവർ റഷീദ് പടങ്ങളെല്ലാം കാലങ്ങൾക്ക് അതീതാണ്, ബിയോണ്ട് ടൈംസ് ആണ്. കുറെ കാലം കഴിഞ്ഞ് കണ്ടാലും ആ സിനിമയുടെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് അപ്പോഴും നമുക്ക് കിട്ടും. അങ്ങനെ ഒരു വൈബ് ഉണ്ടാക്കുന്ന ഡയറക്ടറാണ് അൻവർ റഷീദ്. അതുപോലെ തന്നെ മമ്മൂക്കാന്റെ രാജമാണിക്യം, കിണ്ണം കാഴ്ച പടല്ലേ, അതും റിലീസിന് ഇറങ്ങിയ അതേ ഫീൽ ഉണ്ടാക്കുന്ന ഉറപ്പാണ്. അതുപോലെ അടിപൊളിയായിരുന്നു അഞ്ജലി മനോട് തിരക്കഥയില് അൻവർ റഷീദ് സംവിധാനം ചെയ്ത ഉസ്താദ് ഹോട്ടൽ. ആ മുത്തശ്ശനും പേരക്കുട്ടി ആയിട്ടുള്ള ആ ഒരു റിലേഷൻ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാണിച്ചത്. നമുക്ക് ഇനി എത്ര കാലം കഴിഞ്ഞ് കണ്ടാലും ആ ഒരു റിലേഷന്റെ ബ്യൂട്ടി കറക്റ്റ് ആയിട്ട് ആ സിനിമയിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. 2020 ഇറങ്ങിയ ഫഹദ് ഫാസിൽ നസ്രിയ പടം ട്രാൻസ്, കിട്ടിലം പടമാണ്. കിട്ടിലം എന്ന് പറഞ്ഞാൽ കിട്ടിലം. അങ്ങനെ ഓരോ പടം എണ്ണി പറയാൻ പറ്റും, അത്രയും ബ്യൂട്ടിഫുൾ ആണ്, ഡിഫറെന്റ് ആണ് ഓരോ പടങ്ങളും. അടിപൊളി ഒരു വൈബോളി ഡയറക്ടറാണ് അൻവർ റഷീദ്. പക്ഷെ പടങ്ങൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് എടുക്കുള്ളൂ. പിന്നെ സൂപ്പർ സ്റ്റാറിലെ സംഗീതം, ഇതിൽ പാട്ട് പാടുന്നു എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ആ ടൈമിൽ ഉണ്ടായിരുന്നു. പിന്നെ ലാലേട്ടൻ, സിദ്ദിഖ്, സായികുമാർ, ബിജുക്കുട്ടൻ, ജഗതി ശ്രീകുമാർ, മണിക്കുട്ടൻ, ആ ഒരു കോംബോ ഉണ്ടല്ലോ. ഞാൻ കരുതി അതിനും നെക്സ്റ്റ് ഇവരുടെ ഈ കോംബോയിൽ പടങ്ങൾ വരുന്നു. പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യുന്ന അടിപൊളി ഗ്രൂപ്പായിരുന്നു. ഇപ്പൊ ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുമ്പോൾ എന്നാ ഫീൽ എന്നാ പറയേണ്ടത്. ഇനി നമ്മളൊരു 10 വർഷം കഴിഞ്ഞ് കണ്ടാലും ഇതേ ഫീൽ കിട്ടും. കാരണം അതൊരു ടൈംലെസ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. വാസ്കോഡ ഗാമയായിട്ട് ലാലേട്ടൻ കസറിയിട്ടുണ്ട്, അത് പറയാനില്ല. കോമഡി സിനിമകളിൽ എത്തുമ്പോൾ അൾട്രാ ഫ്ലെക്സിബിൾ ആണ് ലാലേട്ടൻ. എല്ലാ ക്യാരക്ടറിലും ഫ്ലെക്സിബിൾ ആണ്. കോമഡി എത്തുമ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു സിറ്റുവേഷന്റെ ഫീലും ഒക്കെ കറക്റ്റ് ആയിട്ട് അങ്ങ് കിട്ടും. അത് ഇമോഷണൽ സീനൊക്കെ ഉണ്ട്. സായികുമാർ ആയിട്ടുള്ള അനിയത്തിമാരായിട്ടുള്ള സീനുകളും പിന്നെ ഓരോ ഫ്രണ്ട്സ് ആയിട്ടുള്ള സീനുകളെല്ലാം ഈ ഒരു ട്രാക്കിന്റെ ഇടയിൽ തന്നെ ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട്. പറക്കില്ലാതാവുന്ന ക്യാരക്ടറിൽ ഭാവന പൊളിച്ചടുക്കി. ആ ഒരു തുള്ളിച്ചാട്ടം കളി, ആ ഒരു ഡയലോഗ് പ്രസന്റേഷൻ, നമ്മൾ നല്ല സിനിമയുടെ ക്യാരക്ടറിൽ സിമിലർ ആയ ഒരു ക്യാരക്ടർ, ഒരു ഡിഫറൻസ് ഒക്കെ കൊടുത്ത്. ഓട്ടോ ഡ്രൈവർ ലാലേട്ടനും ബിജുക്കുട്ടനും ഒളിച്ചോടാൻ പോകുമ്പോൾ, സുരാജ് വെഞ്ഞാറമൂടായാലും ഒളിച്ചോടാൻ പോകുമ്പോൾ ഓട്ടോനെ കീ കൊടുക്കുന്ന സീനുകളിലെല്ലാം ഉണ്ടാക്കിയ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊക്കെ അടിപൊളിയാണ്. അതുപോലെ ആ സമയത്തുള്ള ബിജുക്കുട്ടൻ, ലാലേട്ടന്റെ എല്ലാം ഒരു ആക്ടിങ്, ആ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാം അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ ബിജുക്കുട്ടൻ നല്ലൊരു നടനാണ്, നല്ലൊരു കാലിബർ ഉള്ള ഒരു നടനാണ്. അടികപ്പിയാരെ കൂട്ടമണിയിലൊക്കെ ഉള്ള ക്യാരക്ടറിൽ കോമഡി ഭയങ്കര ഫ്ലെക്സിബിൾ ആയി ചെയ്തൊരു നടനാണ്. പിന്നെ ജഗതി ശ്രീകുമാറുണ്ട്. ജഗതി ശ്രീകുമാർ പിന്നെ പടത്തിൽ വന്ന അതും ലാലേട്ടൻ കോമ്പോയിൽ വരുമ്പോൾ അന്യായ ഫീലിംഗ് ആണ്. ജഗതി ശ്രീകുമാറിനെ പോലെ നടന്റെ അഭിനയം നോക്കിയപ്പോ കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഈ സിനിമ കണ്ടപ്പോ തോന്നി. സിദ്ദിഖിന്റെ റോള് നല്ല സോപ്പിലിട്ട് പതപ്പിച്ച് നിൽക്കുന്ന സമയത്ത് പോലീസുകാർ വന്നിട്ട് പുള്ളിക്കാരെ പിടിച്ചോണ്ട് പോകുന്ന സീനും, അതുപോലെ തന്നെ കുപ്പി മേടിക്കാൻ പോകുന്ന സീന്, അതുപോലെ തന്നെ ആശാനെ ഒരു ഡബിൾ ബുൾസൈ എന്ന് പറയുന്ന എല്ലായിടയ്ക്കും സിദ്ദിഖൊക്കെ പ്രായം പറഞ്ഞ നിരത്ത് വെക്കത്തൊക്കെ ഒരു ചെക്കനായി മാറിയിട്ടുണ്ട്. ഭയങ്കര ഹെവി ആയിട്ട് ഒരു ആക്ടിങ് സംഭവം നമുക്ക് അതിൽ കാണാം. മണിക്കുട്ടൻ അടിപൊളിയായി. പക്ഷെ മണിക്കുട്ടനൊന്നും പിന്നെ ചാൻസ് കിട്ടിയിട്ടില്ല. ബിജുക്കുട്ടൻ ഒന്നും പിന്നെ ചാൻസ് കിട്ടാത്തവരാണ്. സായികുമാർ അച്ഛനായിട്ട് എന്നമ്മ എന്താ ഫീലിംഗ് ആണ്. അപ്പനായിട്ട് എന്താ പറയാ, കോമഡി വേണ്ടെടുക്ക കോമഡി, ഇമോഷൻ വേണ്ടെടുക്ക സങ്കടം വേണ്ടെടുക്ക സങ്കടം.
ഭയങ്കര റേഞ്ചിൽ നടന്ന സായികുമാർ. പിന്നെ ലാലേട്ട സായികുമാർ കോംബോ എല്ലാം കലക്കി. മണിയമ്പിള്ള രാജു ഉണ്ട്. പിന്നെ രാജൻ പി ദേവ് പാമ്പായിട്ട് എന്നാ ഫീലിംഗ്. ഒരുപാട് നടന്മാർ നമുക്ക് നഷ്ടപ്പെട്ടു പോയാലോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും ഇപ്പൊ ഈ ഒരു പടം കാണുമ്പോൾ. നമ്മളെല്ലാരും മിസ് ചെയ്യും. അല്ലാതെ നടേശ മുതലാളി, ഒരു കലാഭവൻ, എല്ലാ റോളും ഇത്രയും ഫ്ലെക്സിബിൾ ആയി ചെയ്ത വേറെ നടനുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കോമഡിയാണ്, അത് വേറെ ലെവലാക്കി തരും. വില്ലനാന്ന് പറഞ്ഞാൽ കൊടൂര വില്ലനായിട്ടുണ്ട് ഈ പടത്തില്. നല്ല ഹെവി വില്ലൻ. മണിച്ചേട്ടൻ നമുക്ക് ഈ സിനിമ കാണുമ്പോൾ മിസ് ചെയ്യും. വിനായകൻ ഉണ്ട് ഒരു ഹെവി റോൾ. പിന്നെ മുകേഷ് ഏട്ടന്റെ അമ്മ ഒരു ക്യാരക്ടറിൽ ഈ കലാമണിന്റെയും വിനായകന്റെ ഒക്കെ അമ്മയായിട്ട് അവരൊക്കെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഇവിടെ ബാംഗ്ലൂർ തവരക്കര തിയേറ്ററിലൊക്കെ എല്ലാ മലയാളികളും ഒരുമിച്ചിരുന്ന് ആഘോഷത്തോടു കൂടി കാണുകയാണ്. തലാമില്ല പാട്ടും ഓരോ ഡയലോഗൊക്കെ ഇവര് കോറസ് ആയിട്ട് പറഞ്ഞു കാണുക. എനിക്ക് ആ തിയേറ്ററിൽ പോകാൻ പറ്റിയില്ല, ഞാൻ വേറൊരു തിയേറ്ററിൽ ഇരുന്നാ കണ്ടത്. ആ ഒരു പഴയ ലാലേട്ടൻ മൂഡ് വൈബൊക്കെ തിരിച്ചോടുന്നുണ്ട്. നിങ്ങൾ ഈ പടം തിയേറ്ററിൽ കണ്ടോ? എങ്ങനെയുണ്ട്? നിങ്ങളിത് മുന്നേ 2007 കണ്ടിട്ടുണ്ടായിരുന്നോ തിയേറ്ററിൽ നിന്ന്? ഇത് രണ്ടാമത് കാണുന്നതാണോ എന്നെ പോലെ? അല്ല, നിങ്ങൾ ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ? എന്താണ് സിനിമയെ കുറിച്ചും സിനിമ ഉണ്ടാക്കിയ ഓളും എല്ലാം താഴെ കമന്റ് ചെയ്യണം. മറക്കാതെ കമന്റ് ചെയ്യുക. ഇനി ഏത് ലാലേട്ടൻ പടം നിങ്ങൾക്ക് റീ റിലീസിന് താല്പര്യം, അതും താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റൊരു റിവ്യൂ, റിയാക്ഷനോ, സോഷ്യൽ ഷെയർ നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.